വൻകരപ്പോരിൽ ഇന്ന് ഹെവി വെയ്റ്റ് ഫൈറ്റ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. 40 ഡിഗ്രി ചൂടിൽ ദുബായ് ഉരുകുമ്പോഴും അതിനെയും വെല്ലുന്ന ചൂടൻ പോരാട്ടം കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. സ്വാഗതം പ്രത്യേക തത്സമയ പരിപാടി വൻകരപ്പോരിലേക്ക്. ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് ജയിക്കാനായാൽ ഇന്ത്യക്ക് സൂപ്പർ ഫോറിൽ ഇടം ഉറപ്പിക്കാം. ടോസ് ആർക്ക്, അന്തിമ 11 എങ്ങനെ? പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. നമുക്കറിയാം ഈ ഏഷ്യ കപ്പിന്റെ തുടക്കത്തിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതമാണ് കളിച്ചത്. ഇന്ത്യ ആദ്യം UAE-യുമായി ഏറ്റുമുട്ടി. UAE-യെ 57 റൺസിന് ഇന്ത്യ വീഴ്ത്തിയാണ്. കുൽദീപ് യാദവ് 4 വിക്കറ്റ് നേടി. ശിവം ദൂബെ 3 വിക്കറ്റ് എടുത്തു. 60 റൺസ് ഇന്ത്യ അതിവേഗം അടിച്ചെടുത്തു 4.3 ഓവറിൽ. അഭിഷേക് ശർമ്മ 16 പന്തിൽ 30 റൺസ് നേടി. ശുഭ്മൻ ഗിൽ 9 പന്തിൽ 20 റൺസ്. ഇന്ത്യക്ക് അനായാസ ജയം. സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, അവർക്കൊന്നും പക്ഷേ ബാറ്റിംഗിന് ഇറങ്ങാൻ സാധിച്ചില്ല. പാകിസ്ഥാന്റെ ആദ്യ മത്സരം ഒമാനുമായിരുന്നു. പാകിസ്ഥാൻ 160 റൺസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ. മുഹമ്മദ് ഹാരിസ് 66 റൺസ് 43 പന്തിൽ അന്ന് നേടി. ഒമാനെ 67 റൺസിന് അന്ന് വീഴ്ത്തുകയും ചെയ്തു. സായിം അയ്യൂബും ഒപ്പം സുഫിയാൻ മുക്കീമും ഫഹീം അഷ്റഫും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. അപ്പോൾ ഇന്ത്യയുടെ സ്പിന്നർമാർ പാകിസ്ഥാന്റെ സ്പിന്നർമാരും തമ്മിലുള്ള ഒരു പോരാട്ടം ഇന്നുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ മീഡിയ വൺ വെബ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സഫാൻ റാഷിദ് നമുക്കൊപ്പം ചേരുകയാണ്. സഫാൻ, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, സാധാരണഗതിയിൽ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് തന്നെ ഒരു ചൂടൻ പോരാട്ടമാണ്. പക്ഷേ കാലം മാറി. ഇന്ത്യ ക്രിക്കറ്റിൽ വളരെയധികം മുന്നോട്ട് പോയി. പാകിസ്ഥാൻ ആണെങ്കിൽ കഴിഞ്ഞ സമീപകാലത്തൊന്നും ഇന്ത്യക്കെതിരെ വലിയൊരു വിജയം അവർക്ക് സമ്മാനിക്കാനുമായിട്ടില്ല. അപ്പോൾ സഫാൻ, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്? നിശ്ചയമായി നമ്മൾ ടീം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ ജയിക്കുമെന്ന് പറയാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പോയൊരു, പ്രത്യേകിച്ച് ഗൗതം ഗംഭീർ വന്നതിന് ശേഷം ഇന്ത്യ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് 2020 ആണ്. നേരത്തെ ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗൗതം ഗംഭീറിന്റെ വരവോടെ ഇന്ത്യ പുതിയ ബെഞ്ച് മാർക്കുകളിലേക്കാണ് എത്തുന്നത് നാം കണ്ടത്. കാരണം 300-നടുത്ത് തന്നെ ഇന്ത്യയുടെ സ്കോർ എത്തുന്നത് നാം കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമാണ് 2020-ൽ. മറുവശത്ത് പാകിസ്ഥാനിലേക്ക് വന്നാലാണെങ്കിൽ പാകിസ്ഥാനിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. അവരുടെ ഒരുപാട് കോച്ചുമാർ പോകുന്നു. ഇപ്പോൾ പുതിയ കോച്ചായിട്ടുള്ള മൈക്ക് ഹേസനാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്കറിയാം, മുമ്പ് RCBയുടെ ഒക്കെ കോച്ചായിരുന്നു. പാകിസ്ഥാനും തന്നെ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്ലേയേഴ്സിനെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്, ബാബർ അസമും കൂടാതെ മുഹമ്മദ് റിസ്വാൻ. അതുകൊണ്ട് തന്നെ അവരും ഒരു സ്റ്റാർ ഷെഡഡ് അല്ല, മറിച്ച് ഒരു ടീമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്നാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് ചേസിങ്ങുകൾ സംഭവിക്കുന്നതും അദ്ദേഹം ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നതൊക്കെ ഇന്ത്യ പാക് മത്സരത്തിലൂടെയാണ്. പക്ഷേ വിരാട് കോഹ്ലി ഇല്ല, കൂടെ രോഹിത് ശർമ്മയും ഇല്ല. മറുവശത്ത് ഞാൻ തിരികെ വരാം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ടോസ് പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ടോസ് പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. തുടരാം. ഞാൻ സഫാനിലേക്ക് തന്നെ വരികയാണ്. സഫാൻ, ടോസ് പാകിസ്ഥാനാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം ആ പിച്ചിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ പിച്ച് ഇന്നത്തെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ടോസ് കിട്ടിയവർ ആദ്യ ബാറ്റിംഗ് എടുക്കുമെന്ന് തന്നെയായിരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടാമതായി ബാറ്റ് ചെയ്യുന്ന ടീമിന് പിച്ച് ചെറിയ രീതിയിൽ വിനയാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ രാവിലെ അടക്കം റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. പാകിസ്ഥാന്റെ ഈ തീരുമാനവും കാണിക്കുന്നത് തന്നെയാണ് അവർ ബാറ്റിംഗ് തെരഞ്ഞെടുപ്പിലൂടെ. പക്ഷേ അങ്ങനെ വലിയ ആശങ്കക്കൊന്നും വകയില്ല. കാരണം UAE എന്ന് പറയുന്നത് ട്രഡീഷണലായി അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്തതും രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോഴുള്ള വലിയ അന്തരമില്ല. മാത്രമല്ല പോയ മത്സരത്തിൽ ഇന്ത്യ UAE-ക്കെതിരെ വിജയിക്കുന്നത് നാം കണ്ടതാണ്, 2ാം ബാറ്റ് ചെയ്തുകൊണ്ട് തന്നെ. എങ്കിലും ഇന്നത്തെ പിച്ച്, പ്രത്യേകിച്ച് കാലാവസ്ഥയിൽ രാത്രിയാണ്, സെക്കൻഡ് ബാറ്റ് ചെയ്യുക രാത്രിയാണ്, അത് തീർച്ചയായിട്ടും ബാറ്റർമാർക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന്റെ തീരുമാനം അത് തന്നെയാണ് ശരിവെക്കുന്നത്. അതിൽ ഇന്ത്യക്ക് ചെയ്യാനുള്ളത് പാകിസ്ഥാനെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ, പരമാവധിയിലേക്ക് എത്താതെ ഏറ്റവും മിനിമം സ്കോറിൽ തന്നെ പാകിസ്ഥാനെ പിടിച്ചു കെട്ടുക എന്ന വെല്ലുവിളിയാണ് ഇന്ത്യക്കുള്ളത്. കാരണം ചേസിങ് കുറച്ച് ദുഷ്കരമാണ്. അത് പിച്ചിന്റെ മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ഹെവി പ്രഷറുള്ള മത്സരമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി വെച്ച് നമ്മൾ ഈ മത്സരത്തെ കാണും. അതുകൊണ്ട് തന്നെ ചേസിങ് നേരത്തെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യ അത് മറികടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഹേഷ്.